ഒരു ഷവർമ്മ വിൽക്കണമെങ്കിൽ പോലും നിങ്ങൾ ഇനി പറയാൻ പോകുന്ന കാര്യം അറിഞ്ഞിരിക്കണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് എക്കണോമിക്സിനെ കുറിച്ചാണ്. ഞാൻ ഷവർമ്മ എന്ന് മെൻഷൻ ചെയ്തത് ഞാനൊരു ഷവർമ്മ ഫാൻ ആയതുകൊണ്ട് മാത്രമല്ല. ഇന്ന് നമ്മൾ ഷവർമ്മ ഉപയോഗിച്ചിട്ടാണ് യൂണിറ്റ് എക്കണോമിക്സ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ പല വീഡിയോസിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റാർട്ടപ്പ് ഫെയിൽ ചെയ്യുന്നതിൻ്റെ റീസൺ, അതിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഐഡിയയോ അല്ല, അത് ക്യാഷ് ഫ്ലോ ആണെന്നുള്ളത്. ക്യാഷ് ഫ്ലോ ഇല്ലാണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ മോശമാകുമ്പോഴാണ് ഒരു സ്റ്റാർട്ടപ്പ് ഫെയിൽ ആവുന്നത്. എന്നാൽ ക്യാഷ് ഫ്ലോനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ പല വീഡിയോയിലും ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് യൂണിറ്റ് എക്കണോമിക്സ്. അപ്പോൾ യൂണിറ്റ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി പെർ യൂണിറ്റിലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിനെ സൂചിപ്പിക്കുന്നതാണ് യൂണിറ്റ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇൻ്റർവെൽ ആണെന്നുണ്ടെങ്കിൽ ഇൻ്റർവെല്ലിൽ ഒരു സ്റ്റുഡൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, അല്ലെങ്കിൽ ഊബറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു റൈഡിൻ്റെ എക്കണോമിക്സ്, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷൻ്റെ എക്കണോമിക്സ് ആവറേജ് ലെവലിൽ. ഇനി അതല്ല, നമ്മളൊരു റെസ്റ്റോറൻ്റ് ആണ് അല്ലെങ്കിൽ ഷവർമ്മ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷവർമ്മയുടെ ബിസിനസ് അല്ലെങ്കിൽ ഒരു ഷവർമ്മയുടെ എക്കണോമിക്സ് ആണ് യൂണിറ്റ് എക്കണോമിക്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കാദ്യം ഷവർമ്മയെ തന്നെ ഒന്ന് കീറി മുറിക്കാം. ഒരു ഷവർമ്മ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഒരുപാട് കോസ്റ്റുകളുണ്ട്. അതിലെ ചിക്കൻ, അതിലെ ബ്രെഡ്, അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെജീസ്, മയോ. അപ്പം ലെറ്റ്സ് സേ നമ്മളൊരു ഷവർമ്മ വിൽക്കുന്നത് 100 രൂപക്കാണ്. ആ ഷവർമ്മ നമുക്ക് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് കോസ്റ്റ് വരുന്നത്, അതായത് ഈ പറഞ്ഞ പോലെ ചിക്കനും, ഒരു ഷവർമ്മയ്ക്ക് യൂസ് ചെയ്യുന്ന ചിക്കനും വെജീസിനും വെജിറ്റബിൾസിനും അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്യുന്ന സോസുകൾക്ക്, മയൊക്കെ എല്ലാം കൂടെ നമുക്ക് എക്സ്പെൻസ് വരുന്നത് 60 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പം 40 രൂപയാണ് നമുക്കതിൽ മാർജിൻ ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെർ ഷവർമ്മ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് 40 റുപ്പീസാണ്. 100 രൂപക്ക് നമ്മൾ സെല്ല് ചെയ്യുന്നു, 60 രൂപയാണ് നമ്മുടെ കോസ്റ്റ്, 40 രൂപയാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ്. അപ്പോൾ ഇതാണ് ഒരു ഷവർമ്മയിലെ യൂണിറ്റ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ തന്നെ ഒരു ഡിഫറെൻറ്റ് യൂസ് കേസ് എടുക്കാം. നമ്മളൊരു ഓഫർ ഇനീഷ്യേറ്റ് ചെയ്തു, അതായത് നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതൽ ഓഡിയൻസിലേക്ക് ഇത് എത്താനും വേണ്ടിയിട്ടും അതിൽ നിന്ന് ഒരുപാട് ആൾക്കാർ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ അല്ലെങ്കിൽ നമ്മുടെ ഷവർമ്മ കഴിക്കാനും വേണ്ടിയിട്ട് വരാനും വേണ്ടിയിട്ട് നമ്മളൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ റൺ ചെയ്യാണ്. ഒരു ഷവർമ്മയുടെ കൂടെ ഒരു ലൈം ജ്യൂസ് ഫ്രീ. അപ്പോൾ ഒരു ലൈം ജ്യൂസിന് വേണ്ടിയിട്ട് നമുക്ക് കോസ്റ്റ് വരുന്നത് 10 രൂപയാണെന്ന് വിചാരിക്കുക. നമ്മൾ വിൽക്കുന്നത് എത്രയാണ്? 100 രൂപക്ക് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കോസ്റ്റ് എന്നുള്ളത് 60-ൽ നിന്നും 70 രൂപയിലേക്ക് മാറി. അപ്പോൾ നമ്മുടെ മാർജിൻ എന്തായി? 30 രൂപയിലേക്ക് കുറഞ്ഞു. ഇപ്പോൾ നമുക്ക് ഒരു ഷവർമയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 30 രൂപയാണ്. അപ്പോൾ ഇതാണ് യൂണിറ്റ് എക്കണോമിക്സിൻ്റെ കോൺസെപ്റ്റ്. അതായത് ഓരോ യൂണിറ്റിനും നമുക്കുണ്ടാവുന്ന കോസ്റ്റും അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന റവന്യൂയും ഇതിലെ മാർജിനും. ഇതാണ് യൂണിറ്റ് എക്കണോമിക്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് യൂണിറ്റ് എക്കണോമിക്സിൻ്റെ ഈ ഒരു കോൺസെപ്റ്റിൽ കുറച്ചും കൂടെ ഡീപ്പറായിട്ട് ഡൈവ് ചെയ്യാം. അങ്ങനെ ഡൈവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ മാർജിനാണ്. കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളാണ് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഷവർമയിൽ നമ്മളിടുന്ന ഇൻഗ്രീഡിയൻസ്, അതായത് അതിൻ്റെ ചിക്കൻ, അതിൻ്റെ ബ്രെഡ്, അതിൻ്റെ മയോ, ഇതിൻ്റെ വെജീസ്, ഇതെല്ലാം വേരിയബിൾ കോസ്റ്റാണ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്പർ ഓഫ് യൂണിറ്റ്സിനനുസരിച്ച് ഇത് വേരി ചെയ്യും. ഒരൊറ്റ ഷവർമ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാകുന്ന കോസ്റ്റ് ഉണ്ട്. ഇത് 100 ഷവർമ ആകുമ്പോൾ എന്ത് ചെയ്യും? ഇതേപോലെ 100 ഇരട്ടി ആവുന്ന അല്ലെങ്കിൽ X% ഇൻക്രീസ് ആവുന്ന ഒരു കോസ്റ്റ് ഉണ്ടല്ലോ, അത് വേരിയബിൾ ആയിരിക്കും. അതൊരു ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കില്ല, അത് വേരിയബിൾ ആയിരിക്കും. അത്തരം കോസ്റ്റുകളെ പറയുന്ന പേരാണ് വേരിയബിൾ കോസ്റ്റ്. എന്നാൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഷവർമ വിറ്റ് കഴിഞ്ഞാലും 100 ഷവർമ വിറ്റ് കഴിഞ്ഞാൽ 1000 ഷവർമ വിറ്റ് കഴിഞ്ഞാലും നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള കുറച്ച് കോസ്റ്റുകളുണ്ട്. ഇപ്പോൾ ലെറ്റ്സ് സേ സാലറി. ഈ ഷവർമ ഉണ്ടാക്കുന്ന ആൾ 1000 ഷവർമ ഉണ്ടാക്കി കഴിഞ്ഞാലും 100 ഷവർമ ഉണ്ടാക്കി കഴിഞ്ഞാൽ അയാളുടെ സാലറി അയാൾക്ക് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ കടയുടെ റെൻറ്റ്, സാലറി പോലത്തെ കോസ്റ്റുകളൊക്കെ ഫിക്സഡ് കോസ്റ്റുകളാണ്. അപ്പോൾ നമുക്ക് 2 കൈൻഡ് ഓഫ് കോസ്റ്റുകളാണുള്ളത്. വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, വിച്ച് മീൻസ് ഇറ്റ് വിൽ വേരി അക്കോർഡിംഗ് ടു ദി നമ്പർ ഓഫ് യൂണിറ്റ്സ് വി സെൽ, ആൻഡ് ഫിക്സഡ് കോസ്റ്റ് വിച്ച് ഈസ് നോട്ട് പ്രൊപ്പോർഷനേറ്റ് ടു നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ്. അപ്പോൾ ഇങ്ങനെ 2 കൈൻഡ് ഓഫ് കോസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് കോൺട്രിബ്യൂഷൻ മാർജിനിലേക്ക് തിരിച്ചു വരാം. കോൺട്രിബ്യൂഷൻ മാർജിൻ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 100 രൂപയാണ് നമ്മളൊരു ഷവർമ്മ സെല്ല് ചെയ്യാനും വേണ്ടിയിട്ടുള്ള പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. നമുക്കതിൽ വന്നിട്ടുള്ള കോസ്റ്റ്, അതായത് വേരിയബിൾ ആയിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 60 രൂപയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഗ്രീഡിയൻസിൻ്റെ കോസ്റ്റ്. ആ ഇൻഗ്രീഡിയൻസിൻ്റെ കോസ്റ്റ് 60 രൂപയാണ്. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 40 രൂപ കിട്ടും. അപ്പോൾ കോൺട്രിബ്യൂഷൻ മാർജിൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഷവർമ്മയുടെ കേസിൽ 40 രൂപയാണ്. ഈ കോൺട്രിബ്യൂഷൻ മാർജിനാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ, നമ്മുടെ പ്രൊഡക്ട്സിൽ നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, ഗ്രോസ് പ്രോഫിറ്റ് എത്രത്തോളം ജനറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എത്രത്തോളം ജനറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിങ്ങിലേക്കും ബാക്കി ഫിക്സഡ് കോസ്റ്റുകളിലേക്കും നമുക്ക് എത്ര അലൊക്കേറ്റ് ചെയ്യാൻ പറ്റും, എന്നിട്ട് നെറ്റ് മാർജിൻ പ്രോഫിറ്റബിലിറ്റി ആണോ അതോ കമ്പനിക്ക് ലോസ് ആണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നതും ഇതൊക്കെ പ്ലാൻ ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്നത് കോൺട്രിബ്യൂഷൻ മാർജിനാണ്. ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ കൂടുതലാണെങ്കിലാണ് നമുക്ക് സ്കെയിലിങ്ങിലേക്കും പുതിയ പ്രൊഡക്റ്റ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് ആ
ഫിക്സഡ് കോസ്റ്റിലേക്ക് അലൊക്കേറ്റ് ചെയ്യാനൊക്കെ. ഇപ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ സ്പേസ് ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ 2-3 പേരെ കൂടുതൽ ഹയർ ചെയ്യണം. അപ്പോൾ ഇവർക്ക് അലൊക്കേറ്റ് ചെയ്യാനുള്ള ബഡ്ജറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ നമുക്ക് എന്ത് റെലവൻ്റ് ആണ്? ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ റെലവൻ്റ്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് കോൺട്രിബ്യൂഷൻ മാർജിൻ. നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സർവീസിൻ്റെ കോൺട്രിബ്യൂഷൻ മാർജിൻ എത്രയാണ് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ മാർജിൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക. ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ മാർജിൻ നിങ്ങൾ അനലൈസ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ പോകുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് CAC-ഉം LTV-യും ആണ്. നമ്മൾ മറ്റ് പല വീഡിയോകളിലും നമ്മൾ ഫണ്ട് റേസിങ്ങിൻ്റെ വീഡിയോയിൽ, അതുപോലെ തന്നെ ഫിനാൻസ് മാനേജ് ചെയ്യുന്ന വീഡിയോയിൽ, ഇത്തരം വീഡിയോസിലൊക്കെ നമ്മൾ CAC-ഉം LTV-യും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് യൂണിറ്റ് എക്കണോമിക്സിൽ വീണ്ടും അത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഓൾറെഡി ഡിസ്കസ്ഡ് ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ഡീപ്പറായിട്ട് പോകുന്നില്ല. CAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കസ്റ്റമർ അക്വയർ ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള കോസ്റ്റിനെയാണ് CAC എന്ന് പറയുന്നത്. LTV അഥവാ CLV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ടൈം വാല്യൂ ഓർ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ, 2 ടേംസ് യൂസ് ചെയ്യാറുണ്ട്, CLV ഓർ LTV. അപ്പോൾ LTV എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ നമ്മുടെ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരുന്ന വാല്യൂ, അതാണ് LTV. അപ്പോൾ CAC-ഉം LTV-യും കോൺസെപ്റ്റ് വൈസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാനൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ റൺ ചെയ്യുകയാണ്. 500 രൂപയാണ് ഞാൻ മാർക്കറ്റിംഗ് ക്യാമ്പയിനും വേണ്ടിയിട്ട് റൺ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ 500 രൂപ സ്പെൻഡ് ചെയ്യുകയും എൻ്റെ കമ്പനിയിലേക്ക് ഒരു 10 പേര് അല്ലെങ്കിൽ എൻ്റെ ഷോപ്പിലേക്ക് ഷവർമ കഴിക്കാനും വേണ്ടിയിട്ട് ഒരു 10 പേര് വരികയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 500 സ്പെൻഡ് ചെയ്തു, 10 പേര് വന്നു. എനിക്ക് പെർ കസ്റ്റമറെ അക്വയർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള കോസ്റ്റ് എത്രയാണ്? 500 ഡിവൈഡ് ബൈ 10, അതായത് 50 രൂപയാണ്. അപ്പോൾ ഒരു കസ്റ്റമർ അക്വയർ ചെയ്യാൻ എനിക്കുണ്ടായിട്ടുള്ള കോസ്റ്റ് 50 ആണ്. അതിനെയാണ് നമ്മൾ CAC എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ മെട്രിക്സിലേക്ക് ഒന്ന് നോക്കുക. 100 രൂപയാണ് സെല്ലിംഗ് പ്രൈസ്. അതിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ മാർജിൻ എത്രയായിരുന്നു? 40 രൂപയായിരുന്നു. അതായത് സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, 60 രൂപ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 40 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് എൻ്റെ ഫിക്സഡ് കോസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് കോസ്റ്റിലേക്ക് ഒരു 50 രൂപയും കൂടെ അഡീഷണൽ വരികയാണ് CAC ആയിട്ട്. അപ്പോൾ എൻ്റെ കമ്പനിയിൽ, എൻ്റെ ഈ ഒരു ഷോപ്പിൽ ഞാൻ ഓരോ ഷവർമ വിൽക്കുമ്പോഴും ഞാൻ ബ്ലീഡ് ചെയ്യുകയാണ് 10 രൂപ. അതായത് എനിക്ക് 60 രൂപ വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. അതിൻ്റെ പുറമെ ഇപ്പോൾ ഞാൻ ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് അനദർ ഒരു 50 റുപ്പീസും കൂടെ വരുത്തി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 110 രൂപയാണ് എനിക്കിപ്പോൾ മൊത്തം വരുന്ന കോസ്റ്റ്. അങ്ങനെ ആകുമ്പോൾ ഞാൻ ബ്ലീഡിംഗ് ആയി. ഇതിലേക്ക് ഇനി ഞാനൊരു ലൈം ജ്യൂസ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും 10 രൂപ കൂടി. അപ്പോൾ വീണ്ടും ബ്ലീഡിങ് എത്രയായി? 20 റുപ്പീസായി. അതായത് 60 രൂപ വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, പിന്നെ ഞാൻ 50 CAC-ലേക്ക് ആഡ് ചെയ്തു, വീണ്ടും ഒരു 10 വീണ്ടും CAC-ലേക്ക് ഞാനൊരു ഓഫർ പ്രൈസ് പോലെ ലൈമിൻ്റെത് ആഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ മൊത്തം 120 ആയി കോസ്റ്റ്. എൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ 100 ആണ്. അപ്പോൾ ഇതാണ് CAC-ൻ്റെ കോൺസെപ്റ്റ്. ഇനി LTV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ 10 പേര് കസ്റ്റമേഴ്സായിട്ട് എൻ്റെ കമ്പനിയിലേക്ക് വന്നു, അല്ലെങ്കിൽ എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വരികയും ഇവർ 3 ഷവർമ കഴിച്ചു. 3 ഷവർമ കഴിച്ചു കഴിഞ്ഞാൽ ഓരോ കസ്റ്റമറുടെ അടുത്തും എനിക്ക് കിട്ടുന്നത് 300 രൂപയാണ്. ആ 3 ഷവർമ ഒരു വീതം കഴിച്ചു. ഇത് ഒരുമിച്ച് തന്നെ കഴിക്കണമെന്നില്ല. ഞാൻ പറയുന്നത് ഒരു തവണ അവർ കടയിലേക്ക് വന്നു, എന്നിട്ട് പിന്നീടും അത് റിപ്പീറ്റ് പർച്ചേസ് ആയിട്ട് 3 തവണയും കൂടെ വന്നു, 2 തവണയും കൂടെ റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ മൊത്തം 3 പർച്ചേസ് നടന്നു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് എൻ്റെ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 300 രൂപയാണ്. അപ്പോൾ 50 രൂപ CAC ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ അവർ കമ്പനിയിലേക്ക് കൊണ്ടുവന്ന LTV എന്ന് പറയുന്നത് 300 രൂപയാണ്. അങ്ങനെ ആകുമ്പോൾ എൻ്റെ യൂണിറ്റ് എക്കണോമിക്സ് കുറച്ചും കൂടെ ബെറ്ററായി, ആ പർച്ചേസ് റിപ്പീറ്റ് ചെയ്തതുകൊണ്ട്. അപ്പോൾ ഇതാണ് LTV. അതായത് ഒരു കസ്റ്റമർ ആ റെസ്റ്റോറൻറ്റിലേക്ക് ഷവർമ കഴിക്കാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ എത്ര രൂപ ആ റെസ്റ്റോറൻറ്റിലേക്ക് സ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ ആ ഡൈനിങ് എത്ര രൂപ സ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ റിപ്പീറ്റഡ് പർച്ചേസിലൂടെ ഓവർ എ പീരീഡ് 6 മന്തിലേക്കോ അല്ലെങ്കിൽ 12 മന്തിലേക്ക് ഇത്ര രൂപ സ്പെൻഡ് ചെയ്തു എന്നുള്ളത്. ഈ കോൺസെപ്റ്റാണ് LTV എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഈ CAC-ഉം ഈ LTV-യും തമ്മിൽ ഒരു റിലേഷൻ വേണം എന്നുള്ളതാണ്. CAC ഒരിക്കലും LTV-യേക്കാളും കൂടുതലാവാൻ പാടില്ല. അതായത് നിങ്ങൾ ഈ 50 രൂപ സ്പെൻഡ് ചെയ്തു എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ആ സ്പെൻഡ് ഇപ്പോൾ 200 രൂപയാണെന്ന് വിചാരിക്കുക. അതായത് ഞാൻ 2000 രൂപയാണ് സ്പെൻഡ് ചെയ്ത് എന്നിട്ട് എനിക്ക് 10 കസ്റ്റമേഴ്സിനെ കിട്ടി. അപ്പോൾ ഞാൻ ഒരു 200 രൂപ എനിക്ക് CAC ആയിട്ട് വന്നു. എന്നാൽ ഇവിടെ വരുന്നവരാരും തന്നെ ഒരു ഷവർമയിൽ കൂടുതൽ കഴിക്കുന്നില്ല. ഒരു തവണ ഷവർമ കഴിച്ചിട്ട് പിന്നീട് അവർ ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. അപ്പോൾ അവരുടെ LTV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 100 ആണ്. അപ്പോൾ CAC to LTV എന്ന് പറയുന്നത് അവിടെ 2:1 ആയി, വിച്ച് മീൻസ് CAC ഈസ് മച്ച് മോർ ഹയർ ദാൻ ഓൾമോസ്റ്റ് 2x ഓഫ് വാട്ട് LTV ഈസ്. അപ്പോൾ LTV-നേക്കാളും 2 ഇരട്ടിയാണ് CAC ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വലിയ റെഡ് ഫ്ലാഗ് ആണ്. CAC to LTV റേഷ്യോ മോശമാണ്. അപ്പോൾ ഈ CAC-ഉം LTV-യും യൂണിറ്റ് എക്കണോമിക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ യൂണിറ്റ് എക്കണോമിക്സ് ബെറ്റർ ആക്കുന്നിടത്ത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ചില കമ്പനീസ് LTV-യെ പ്രോഫിറ്റ് പെർ കസ്റ്റമർ ആയിട്ടും കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അതായത് LTV എന്ന് പറയുന്നത് ലൈഫ് ടൈം വാല്യൂ ആണ്, അതിൽ ഒരു കസ്റ്റമർ കൊണ്ടുവരുന്ന വാല്യൂ ആണ്. അത് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് വന്ന റവന്യൂ ആയിട്ടും നമ്മുടെ പ്രോഫിറ്റ് ആയിട്ടും രണ്ടുമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട്. അത്
നമ്മുടെ റവന്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആവറേജ് റവന്യൂ പെർ യൂസർ ആർപു എന്ന് പറയുന്ന ഒരു KPI ആയിട്ട് കൂട്ടാറുണ്ട്. എന്നാൽ LTV കൂടുതൽ പേരും റിലേറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റിലേക്കാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ LTVക്ക് പ്രോഫിറ്റ് പെർ കസ്റ്റമർ എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഇനി നമുക്ക് ആ യൂസ് കേസ് ഒന്ന് എടുത്തു നോക്കാം. അതായത് ഒരാളെ ഞാൻ കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നു, അതായത് നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുവരുന്നു. അതിന് പെർ യൂസർ എനിക്ക് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് വന്നിട്ടുള്ളത് 50 രൂപയാണ്. ഈ കസ്റ്റമർ നമ്മുടെ ഷോപ്പിലേക്ക് വരികയും ആ ഷോപ്പിൽ നിന്നും എല്ലാ ആഴ്ചയിലും 2 ഷവർമ വീതം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആഴ്ചയിൽ 2 ഷവർമ കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ നമുക്ക് ആവറേജ് 4 ആഴ്ച ഉണ്ടെന്ന് കണക്ക് കൂട്ടാം. അങ്ങനെയാണെങ്കിൽ 2 × 4 8 ഷവർമയാണ് അവർ ഒരു മാസം കഴിക്കുന്നത്. അങ്ങനെ ഒരു 6 മാസത്തെ സമയത്തിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6 × 8 48 ഷവർമ അവർ കഴിക്കുന്നുണ്ട്. അതിലൂടെ അവർ 4800 രൂപയാണ് കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി നമുക്ക് CAC ഞാൻ 50 രൂപ ഉണ്ട് എന്ന് പറഞ്ഞു, അതിനെ നമുക്ക് അവിടെ തന്നെ വെക്കാം. CAC ഇല്ലാതെ നമ്മൾ വേരിയബിൾ കോസ്റ്റ് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ മാർജിൻ വരുന്നത് എത്രയാണ്? 40% ആണല്ലേ. നമ്മൾ 60 റുപ്പീസ് എന്ന് പറഞ്ഞു, 60 റുപ്പീസാണ് നമുക്ക് വേരിയബിൾ കോസ്റ്റ് വരുന്നത്. അപ്പം 100 - 60 കോൺട്രിബ്യൂഷൻ മാർജിൻ വരുന്നത് 40 രൂപയാണ്, അതായത് 40%. അപ്പം 4800ൻ്റെ 40%ഓളം നമുക്ക് കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. അപ്പം 4800ൻ്റെ 40% എന്ന് പറയുമ്പോൾ 1920 രൂപയാണ് നമുക്ക് അവിടെ കോൺട്രിബ്യൂഷൻ മാർജിൻ ആയിട്ടുള്ളത്. ആ 1920 രൂപയിൽ വെറും 50 രൂപയാണ് എനിക്ക് CAC എന്നുണ്ടെങ്കിൽ ബാക്കി അത്രയും എമൗണ്ട് എനിക്ക് ബാക്കിയുള്ള ഫിക്സഡ് കോസ്റ്റുകളിലേക്ക്, അതായത് റെൻറ്റ്, സാലറി പോലെയുള്ള കോസ്റ്റുകളിലേക്കും അതുപോലെ തന്നെ മറ്റ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസിലേക്കും എല്ലാം സ്പെൻഡ് ചെയ്യാനും നല്ലൊരു പ്രോഫിറ്റ് മാർജിൻ എനിക്ക് മാറ്റി വെക്കാനും വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതാണ് കോൺട്രിബ്യൂഷൻ മാർജിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഫിക്സഡ് കോസ്റ്റിലേക്ക് അലൊക്കേറ്റ് ചെയ്യാനും നമുക്ക് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് റൺ ചെയ്യാനുള്ള ഒരു സ്പേസും ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും ഉണ്ടാവുമെന്ന് പറയാൻ കാരണം. ബൈജൂസ് ഉൾപ്പെടെ പല കമ്പനികളും ഫെയിലായതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് ഈ CAC to LTV റേഷ്യോ തന്നെയാണ്. CAC LTVയേക്കാളും ഒരുപാട് ഹയർ ആയിരിക്കും. 10x വരെ ഹൈ ആയിട്ടുള്ള കേസസ് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബൈജൂസിൻ്റെ ആ കേസ് സ്റ്റഡിയിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ബൈജൂസിൻ്റെ കേസ് സ്റ്റഡിയെക്കുറിച്ച്, അല്ലെങ്കിൽ ബൈജൂസിൽ എന്തുകൊണ്ട് ബൈജൂസ് ഫെയിലായി എന്നതിനെക്കുറിച്ച്. അതിൽ നമ്മൾ ഒരുപാട് റീസൺസ് പറയുന്നുണ്ട്. അതിലൊരു ക്രൂഷ്യൽ റീസൺ ഈ CAC to LTV റേഷ്യോ അല്ലെങ്കിൽ ഹയർ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് തന്നെയായിരുന്നു. ഇത് പല സ്റ്റാർട്ടപ്സിലും, ഈവൻ നെറ്റ്ഫ്ലിക്സിലൊക്കെ ഒരു സമയത്ത് വെരി ഹൈ ആയിരുന്നു അവരുടെ CAC. അവർ CAC ഹൈ ആയി നിർത്തുകയും എന്നാൽ LTV എങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്നതിലായിരുന്നു അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയുണ്ട്. നമുക്ക് CAC കുറക്കുക എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിയാണ്. അതുപോലെ തന്നെ CAC നിർത്തിക്കൊണ്ട് CAC ഒരു പരിധി വിട്ട് കുറച്ച് കഴിഞ്ഞ ഒരു പക്ഷേ നമുക്ക് കസ്റ്റമർ അക്വിസിഷൻ ഭയങ്കര സ്ലോ പേസ്ഡ് ആവും. അങ്ങനെ ആകുമ്പോൾ CACനെ അവിടെ തന്നെ നിർത്തിക്കൊണ്ട് LTV ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ആർപു അല്ലെങ്കിൽ LTV ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് സ്ട്രാറ്റജീസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ CAC to LTV റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏറ്റവും ക്രൂഷ്യലായിട്ട് തന്നെ നിങ്ങൾ അതിനെ അനലൈസ് ചെയ്യുക. അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഗ്രോസ് മാർജിനും നെറ്റ് മാർജിനുമാണ്. ഈ മാർജിനിൽ തന്നെ അതായത് പ്രോഫിറ്റ്, അതാണ് പ്രോഫിറ്റ് മാർജിനെയാണ് നമ്മൾ മാർജിൻ എന്ന് പറയുന്നത്. ഈ മാർജിനിൽ 2 തരം മാർജിനുകളുണ്ട്, 2 തരം പ്രോഫിറ്റുകളുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്, നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഗ്രോസ് മാർജിൻ അല്ലെങ്കിൽ നെറ്റ് മാർജിൻ ഇത് പല ഫൗണ്ടേഴ്സും കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. പല ഫൗണ്ടേഴ്സും അവരുടെ യൂണിറ്റ് എക്കണോമിക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവർ ഓപ്പറേഷനലി പ്രോഫിറ്റ് ആണെന്ന് പറയും, അല്ലെങ്കിൽ അവരുടെ ഗ്രോസ് പ്രോഫിറ്റ് ഗ്രോസ് മാർജിൻ വളരെ ഹൈ ആയിരിക്കും. എന്നാൽ അവസാനം നെറ്റിലേക്ക് വരുമ്പോൾ അവരുടെ കമ്പനി ലോസിലായിരിക്കും. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വേരിയബിൾ കോസ്റ്റും അവരുടെ ഫിക്സഡ് കോസ്റ്റും അവർക്ക് തമ്മിൽ റിലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ മാർജിനിൽ നിന്ന് ആ ഒരു ഫിക്സഡ് കോസ്റ്റിലേക്കുള്ള അലക്കേഷൻ നടത്തുന്ന ആ പ്രോസസ്സൊന്നും അവർ സയൻറ്റിഫിക് ആയിട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. ബേസിക്കലി ഗ്രോസ് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ ഓവർ ഹെഡ്സും, അതായത് നമ്മുടെ ഫിക്സഡ് കോസ്റ്റിൻ്റെ മുന്നേ ഉള്ള റെൻറ്റ്, സാലറി പോലുള്ള കോസ്റ്റുകളുടെ മുന്നേ ഉള്ള പ്രോഫിറ്റും, നെറ്റ് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ഓവർ ഹെഡ്സ് ആണ്. അതായത് റെൻറ്റ്, സാലറി പോലെയുള്ള എക്സ്പെൻസസ് കഴിഞ്ഞിട്ടുള്ള മാർജിനെയാണ് നമ്മൾ നെറ്റ് മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഗ്രോസ് മാർജിനും നെറ്റ് മാർജിനും രണ്ടും ഒരു ഓർഗനൈസേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിറ്റ് എക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ രണ്ടും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മുടെ കമ്പനി, നമ്മുടെ ക്യാഷ് ഫ്ലോ പ്രോപ്പറായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് മാർജിനിൽ പോസിറ്റീവ് ആയിരിക്കണം. ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് മാർജിൻ പോസിറ്റീവ് ആയതുകൊണ്ട് മാത്രം കമ്പനി മുന്നോട്ട് പോകില്ല. അല്ലെങ്കിൽ നമ്മുടെ കമ്പനി ഒരു പക്ഷേ ഗ്രോസ് പ്രോഫിറ്റിൽ അല്ലെങ്കിൽ ഗ്രോസ് മാർജിനിൽ പോസിറ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ യൂണിറ്റ് എക്കണോമിക്സിനോ നമ്മുടെ പ്രൈസിങ് സ്ട്രാറ്റജിയിലോ എന്തോ പ്രോബ്ലം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി സോൾവ് ചെയ്യേണ്ടതുണ്ട്. നെറ്റ് മാർജിനിലേക്ക് നമുക്കൊരു പാത്ത് ഇത്ര സമയം കൊണ്ട് നമ്മുടെ നെറ്റ് മാർജിനിലേക്ക് നമ്മൾ എത്തും, അല്ലെങ്കിൽ ആ ബ്രേക്ക് ഈവൻ പോയിന്റിലേക്ക് എത്തും എന്നുള്ളൊരു കാൽക്കുലേഷൻ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഗ്രോസ് മാർജിൻ, നെറ്റ് മാർജിൻ ഈ 2 കോൺസെപ്റ്റും വളരെ സിമ്പിളാണ്. ഇത് ജസ്റ്റ് നിങ്ങൾ ഇത് കൺഫ്യൂസ്ഡ് ആവാതെ നോക്കിയാൽ മാത്രം മതി. അടുത്ത കോൺസെപ്റ്റ് ബേൺ റേറ്റും അതുപോലെ തന്നെ റൺവേയുമാണ്. നമ്മൾ ഫിനാൻസ് മാനേജ് ചെയ്യുന്ന ആ വീഡിയോയിൽ വളരെ ഡീപ്പായിട്ട് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റാണ്. ബേൺ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മന്ത്ലി എത്ര ക്യാഷ് ബേൺ ചെയ്യുന്നു, അതാണ് ബേൺ റേറ്റ്. റൺവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മാസത്തെ റൺവേ ആണ് നമുക്കുള്ളത്, അതായത് എത്ര മാസമാണ് ഇനി നമുക്ക് ബേൺ ചെയ്യാനുള്ള ക്യാപിറ്റൽ നമ്മുടെ കയ്യിലുള്ളത്. ആ മാസത്തെ, മന്ത്സിനെ യൂണിറ്റ് ആയിട്ട് പറയുന്ന ആ ഒരു കണക്കാണ് റൺവേ. അപ്പോൾ ഈ
ഈ ബേൺ റേറ്റും റൺവേയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നമ്മുടെ ഷവർമ വെച്ചിട്ട് തന്നെ ബേൺ റേറ്റിനെയും റൺവേയും പറയാം. അതായത് ലെറ്റ്സ് സേ നമുക്കൊരു ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് 30,000 രൂപ റെൻ്റ് ആയിട്ടും ഒരു 20,000 രൂപ സാലറി ആയിട്ടും അങ്ങനെ മൊത്തം 50,000 രൂപ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നമുക്ക് കമ്പനി റൺ ചെയ്ത് പോകാൻ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പ് റൺ ചെയ്ത് പോകാൻ ഈ 50,000 നമുക്ക് എന്തായാലും വേണം. അങ്ങനെ ഓരോ യൂണിറ്റും നമ്മൾ സെല് ചെയ്യുന്ന പ്രൈസ് 100 റുപ്പീസ് ആണ്. അതിൽ 80 റുപ്പീസ് ആണ് നമുക്ക് കോസ്റ്റ് വരുന്നത് എന്ന് വിചാരിക്കാം. അതായത് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, നമ്മുടെ ചിക്കൻ ആവട്ടെ, നമ്മുടെ ബ്രെഡിനാവട്ടെ, അങ്ങനെ വെജീസ് മായോ, ഇതിനെല്ലാം കൂടെ 80 റുപ്പീസ് വരുന്നു. അങ്ങനെ 20 റുപ്പീസാണ് പ്രോഫിറ്റ് വരുന്നത്. അപ്പം നിങ്ങൾ നോക്കുക, മൊത്തം നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ഉള്ളത് 50,000 രൂപയാണ്. ആ 50,000 രൂപയുടെ ഫിക്സഡ് കോസ്റ്റ് കവർ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ എത്ര ഷവർമ സെല് ചെയ്യേണ്ടതുണ്ട്? നമ്മളൊരു മാസം 2,500 ഷവർമ സെല് ചെയ്യേണ്ടതുണ്ട്. 2,500 ഷവർമ സെല് ചെയ്താൽ മാത്രമാണ് 20 രൂപ പെർ യൂണിറ്റ് പെർ ഷവർമ പ്രോഫിറ്റ് വെച്ചിട്ട് നമുക്ക് 50,000 രൂപ ജനറേറ്റ് ചെയ്യാനും ഫിക്സഡ് കോസ്റ്റിലേക്ക് 50,000 രൂപ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഇൻ കേസ് നമ്മുടെ 2,500 ഷവർമക്ക് പകരം നമ്മൾ 1000-ഓ 1,500 ഷവർമയാണ് വിൽക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ 1,500 ഷവർമയാണ് നമ്മൾ വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ 20,000 ബേൺ ചെയ്യായിരിക്കും. കാരണം 1,500 ഷവർമ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് മാർജിൻ എത്രയേ കിട്ടുള്ളൂ? നമുക്ക് 30,000 രൂപയായിരിക്കും കിട്ടുക. അപ്പോൾ മന്ത്ലി 20,000 റുപ്പീസ് നമ്മൾ ബേൺ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഇതാണ് ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ എന്ന് വിചാരിക്കാം. മന്ത്ലി നമ്മൾ 1,500 ഷവർമ വിൽക്കുന്നു, നമുക്ക് 50,000 കോസ്റ്റ് ഉണ്ട്, 30,000 ആണ് നമുക്ക് അതിൽ മാർജിൻ കിട്ടുന്നുള്ളൂ ഫിക്സഡ് കോസ്റ്റിലേക്ക് അലക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 20,000 നമ്മൾ ബേണിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്യാഷ് ബാലൻസ് എത്രയാണെന്നുള്ളത്, അതായത് നമ്മുടെ ബാങ്കിലുള്ള ബാലൻസ് എത്രയാണെന്നുള്ളത് നോക്കാം. 1,00,000 റുപ്പീസാണ് നമ്മുടെ ബാങ്ക് ബാലൻസ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 20,000 ബേൺ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര കാലം പോകാൻ പറ്റും? 1,00,000 ഡിവൈഡ് ബൈ 20,000 5, അതായത് 5 മാസമാണ് നിങ്ങൾക്ക് റൺവേ ഉള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ബേൺ റേറ്റ് എത്രയാണ്? 20,000 ആണ്. അല്ലെങ്കിൽ നിങ്ങളൊരു മാസം ബേൺ ചെയ്യുന്നത് 20,000 റുപ്പീസ് ആണ്. നിങ്ങളുടെ റൺവേ എത്രയാണ്? നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഡിവൈഡ് ബൈ അല്ലെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ബാലൻസ് ഡിവൈഡഡ് ബൈ യുവർ ബേൺ, അതെത്രയാണ്? 1,00,000 ഡിവൈഡ് ബൈ 20,000 5. 5 മാസമാണ് നിങ്ങൾക്ക് റൺവേ ഉള്ളത്. ഇതാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ കോൺസെപ്റ്റ് മനസ്സിലാവാനുള്ള ഒരു വഴി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഷവർമ വെച്ചിട്ട് തന്നെ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്തത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ബേൺ റേറ്റും റൺവേയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് പറയാൻ പോകുന്ന കോൺസെപ്റ്റ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് ആണ്. ഈ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പനിയുടെ ബ്രേക്ക് ഈവൻ പോയിൻ്റ്, ഒരു ഫൗണ്ടർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ലൈഫിലെയും ബ്രേക്ക് ഈവൻ പോയിൻ്റ് ആണ്. കാരണം നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുമ്പോൾ, IPO പോലത്തെ ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിട്ടുപോകുന്ന ഒരു ബിഗ്ഗർ മൈൽ സ്റ്റോൺ ആണ് ശരിക്കും ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഈവൻ പോയിൻ്റ് കോൺസെപ്റ്റ് വൈസ് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ കമ്പനി എപ്പം കോസ്റ്റിനെ മീറ്റ് ചെയ്യുന്നു, അതാണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ്. അതായത് കമ്പനിയുടെ റവന്യൂവും കോസ്റ്റും ഈക്വൽ ആവുന്ന പോയിന്റ്. ആ പോയിന്റിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഏതൊരു സ്റ്റാർട്ടപ്പിൻ്റെയും ജേണിയിൽ ഒരു ബിഗർ മൈൽ സ്റ്റോൺ ആണ്. നമ്മുടെ ഷവർമയുടെ നമ്മൾ നേരത്തെ എടുത്ത കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാസം എത്ര ഷവർമയായിരുന്നു വേണ്ടിയിരുന്നത്? 2,500 ഷവർമ. 2,500 ഷവർമ കിട്ടുമ്പോഴാണ് നമ്മുടെ കോസ്റ്റ് 50,000 ആയിരുന്നു നമുക്ക് കോസ്റ്റ് ഉണ്ടായിരുന്നത്, റെൻറ്റ് പ്ലസ് സാലറി. ആ 15,000 മീറ്റ് ചെയ്യാൻ 2,500 ഷവർമ നമുക്ക് വേണം. ആ 2,500 ഷവർമയെ മാസം വിൽക്കാവുന്ന ഒരു സ്റ്റേജിലേക്ക്, ഒരു രീതിയിലേക്ക് നമ്മുടെ ഷോപ്പ് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ്. അപ്പോൾ 2,500 ഷവർമ പെർ മന്ത് നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്ന ആ പോയിന്റ്, ആ മാസം, അതാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ്. യൂണിറ്റ് എക്കണോമിക്സുമായി സംബന്ധിച്ച് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പേ ബാക്ക് പീരീഡാണ്, അഥവാ CAC പേ ബാക്ക് പീരീഡ്. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് തിരിച്ച് നമുക്ക് കിട്ടുന്ന ആ പീരീഡിനെയാണ് നമ്മൾ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CAC പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഷവർമയുടെ ഒരു കേസ് സ്റ്റഡി തന്നെ എടുക്കാം. ഷവർമയിൽ നമ്മൾ 100 റുപ്പീസിനാണ് നമ്മൾ സെല് ചെയ്യുന്നത് പറഞ്ഞു. നമുക്കതിൽ 20 റുപ്പീസാണ് പെർ ഷവർമ മാർജിൻ എന്ന് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർ അക്വയർ ചെയ്യാൻ, നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന CAC എത്രയായിരുന്നു? 50 രൂപയായിരുന്നു. 50 രൂപയായിരുന്നു നമുക്ക് ഒരു കസ്റ്റമറെ നമ്മുടെ ഷോപ്പിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ട് നമുക്ക് സ്പെൻഡ് ആയിക്കൊണ്ടിരുന്ന എമൗണ്ട്. അപ്പോൾ 50 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്തു, അതാണ് CAC. ആ CAC നമുക്ക് തിരിച്ച് വാല്യൂ ആയിട്ട് LTV ആയിട്ട് കമ്പനിയിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ 20 രൂപ മാർജിനുള്ള ആ പ്രൊഡക്റ്റ് നമ്മൾ 3 തവണയെങ്കിലും വിൽക്കണം. അതായത് 3 തവണ ആ ഷവർമ വാങ്ങാനും വേണ്ടിയിട്ട് അയാൾ എത്ര സമയം എടുക്കുന്നു, അല്ലെങ്കിൽ 3 ഷവർമ എടുക്കുന്ന ആ പോയിൻ്റാണ്, 3 ഷവർമ വാങ്ങുന്ന ആ പോയിൻ്റാണ് നമ്മുടെ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. ആ CAC പേ ബാക്ക് പീരീഡ് നമ്മുടെ ഓരോ പ്രൊഡക്ഷനും നമ്മുടെ ഓരോ സർവീസിനും എത്രയാണ് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ തന്നെ നമുക്ക് ഈ യൂണിറ്റ് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട്, CAC to LTV റേഷ്യോ റിലേറ്റഡ് ആയിട്ടൊക്കെ ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കേസസ് നമുക്ക് അതിൽ നിന്നൊക്കെ പഠിക്കാനുണ്ട്.
അതായത് ഓരോ സ്റ്റാർട്ടപ്സും ശരിക്കും ഓരോ യൂസ് കേസസ് ആണ് ഈ യൂണിറ്റ് എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ നമുക്ക് സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിഗ്ഗി സൊമാറ്റോ പോലത്തെ കമ്പനികളൊക്കെ എപ്പോഴും LTVയേക്കാളും ഒരുപാട് കൂടുതലായിരുന്നു അവരുടെ CAC ഫോർ ഇയേഴ്സ്. അവരുടെ യൂണിറ്റ് എക്കണോമിക്സ് എപ്പോഴും നെഗറ്റീവ് ആയിരുന്നു. പക്ഷേ ഫണ്ടിങ്ങിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടിയാണ് അവർ ഒരുപാട് കാലം പോവുകയും പിന്നെ ഒരുപാട് ഏരിയാസിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യുകയും അങ്ങനെ LTV ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പോൾ സൊമാറ്റോ ഒക്കെ ഒരുപാട് ഏരിയയിലേക്ക് അവർ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. അവർ ഡിസ്ട്രിക്റ്റ് തുടങ്ങി, അതുപോലെ തന്നെ ഹൈപ്പർ പ്യൂർ തുടങ്ങി, അങ്ങനെ ഒരുപാട് ഏരിയാസിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ LTV ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെയാണ് സ്വിഗ്ഗിയിൽ അവർ ജീനി, ഇൻസ്റ്റാമാർട്ട് പോലത്തെ ഒരുപാട് പുതിയ ഡൈവേഴ്സിഫിക്കേഷൻസ് തുടങ്ങുമ്പോൾ, പുതിയ പ്രൊഡക്റ്റ് ലൈൻസ് തുടങ്ങുമ്പോൾ അവരുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ LTV അവർക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓവർ ദി പീരീഡാണ് അവരൊക്കെ ഈ CAC to LTV റേഷ്യോനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. പക്ഷെ ഒരുപാട് കാലം അവർ നെഗറ്റീവ് യൂണിറ്റ് എക്കണോമിക്സിൽ ഓടിയിട്ടുണ്ട്. ഇനി വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഊബർ എടുക്കാം. ഊബറും ഇതുപോലെ തന്നെ ഫണ്ടിങ്ങിൻ്റെ ബലത്തിൽ വെരി ഹൈ CACൽ ഒരുപാട് കാലം ഓടിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയാണ്, ഒരു സർവീസാണ്. ഇനി ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു കമ്പാരിസൺ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് KSRTCയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് രണ്ടും ശരിക്കും ഒരു കേസ് സ്റ്റഡിയാണ്. KSRTC VS ഊബർ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ഇവർ കോമ്പറ്റീറ്റേഴ്സ് അല്ല, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഇവരെ കമ്പയർ ചെയ്യുന്നതിൽ ലോജിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ കൂടെ നമ്മുടെ കോൺസെപ്റ്റ് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഊബറിന് അവരുടെ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യാനും വേണ്ടിയിട്ട് വളരെ ഹൈ ആയിട്ടുള്ള CAC ആയിരുന്നു. അവരുടെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് വളരെ കൂടുതലായിരുന്നു. എന്നാൽ KSRTCക്ക് ആവട്ടെ അവർക്ക് വെരി ലോ CAC ആണ്. അവർ കസ്റ്റമർ അക്വയർ ചെയ്യാനും വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അധികം സ്പെൻഡ് ചെയ്യുന്നൊന്നുമില്ല. എന്നാൽ കസ്റ്റമർ റിട്ടൻഷൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഊബറിന് വളരെ ലോ റിട്ടൻഷനാണ്. കാരണം എന്താ, ഹൈലി കോമ്പറ്റീറ്റീവ് സ്പേസ് ആണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ ഊബറിന് കോമ്പീറ്റ് ചെയ്യാൻ ഓലയുണ്ട്, ബ്ലൂ സ്മാർട്ട് ഉണ്ട്, അതുപോലെ തന്നെ റാപ്പിഡോ ഉണ്ട്, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ ഇത്തരം കോമ്പറ്റീഷൻ കൂടുമ്പോൾ അല്ലെങ്കിൽ കമ്പനീസിൻ്റെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കസ്റ്റമർ റിട്ടൻഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ഭയങ്കര ക്രൂഷ്യലായിരിക്കും. ആ കസ്റ്റമർ റീറ്റെയിൻ ആവാനുള്ള പ്രോബബിലിറ്റിയും കുറവായിരിക്കും. കാരണം എല്ലാവരും പുതിയ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസും പുതിയ ഓഫേഴ്സും പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർ കസ്റ്റമർ അക്വിസിഷന് സ്പെൻഡ് ചെയ്യുന്നത് പോലെ തന്നെ കസ്റ്റമർ റിട്ടൻഷനും ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരികയാണ്. എന്നാൽ KSRTCയുടെ കേസ് അങ്ങനെയല്ല. KSRTC ഓടുന്ന പല റൂട്ടുകളിലും അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്കും അവർക്ക് ആൾട്ടർനേറ്റീവ്സ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. KSRTC നമ്മൾ പബ്ലിക്കലി പല ആൾക്കാരും കുറ്റം പറയുന്നുണ്ടെങ്കിലും അവരുടെ ഡ്രൈവേഴ്സിൻ്റെയും അവരുടെ സേഫർ അല്ലാത്ത ഡ്രൈവിംഗ് മെത്തേഡിനൊക്കെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടെങ്കിൽ കൂടെ KSRTC യൂസ് ചെയ്യുന്നവർ ഭയങ്കര ലോയലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നിരന്തരമായിട്ട് KSRTC യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് കാലം KSRTCയിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് KSRTCയോട് ഒരു പ്രത്യേക സ്നേഹം ഉള്ളതുപോലെ എനിക്ക് പല സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓഫീസിൽ ഞാൻ കണ്ടിട്ടുണ്ട് പലരും ആനവണ്ടി എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൻ്റെ ഭാഗമാവുകയും, അല്ലെങ്കിൽ ആനവണ്ടി ഫാൻസൊക്കെ പണ്ട് ഫേസ്ബുക്ക് കാലഘട്ടത്തിലൊക്കെ ആനവണ്ടി ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേജുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അത്രയധികം കണ്ടിട്ടില്ല, പക്ഷേ ആ ഫേസ്ബുക്ക് കാലഘട്ടത്തിൽ ഇത്തരം ഗ്രൂപ്പ്സൊക്കെ വളരെ സജീവമായിരുന്നു. അപ്പോൾ ഒരുപാട് ലോയൽ കസ്റ്റമേഴ്സ് ഉള്ള ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ഓർഗനൈസേഷനായിട്ട് KSRTCക്ക് മാറാൻ പറ്റിയതും, അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാതെ പല റൂട്ടുകളിലും വണ്ടി ഓടിക്കുന്നതും അവർക്ക് ഹൈ റിട്ടൻഷൻ ഒരുപാട് സഹായകരമാവുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രൈസ് വാർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി. പല സിറ്റികളിൽ ഊബറിന് പല കോമ്പറ്റീറ്റേഴ്സും പ്രൈസ് വെച്ചിട്ടാണ് അവർ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യുന്നതും റീറ്റെയിൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഈ പ്രൈസ് വാർ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ യൂണിറ്റ് എക്കണോമിക്സ് വളരെ മോശമായിരിക്കും. എന്നാൽ KSRTCയുടെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിഷയമില്ല. അവരുടെ യൂണിറ്റ് എക്കണോമിക്സ് എപ്പോഴും പ്രോഫിറ്റബിൾ ആയിരിക്കും. പിന്നെ ഏതെങ്കിലും കാലത്ത് KSRTC പ്രോഫിറ്റബിൾ അല്ലാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കറപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റീസൺസ് ഉണ്ട് എന്നുള്ളതാണ് സത്യം. അല്ലാതെ യൂണിറ്റ് എക്കണോമിക്സ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഊബറിനേക്കാൾ, ഓലയേക്കാൾ, റാപ്പിഡോയേക്കാളൊക്കെ അടിപൊളി ബിസിനസ് മോഡലാണ് KSRTCയുടേത്. അതുപോലത്തെ മറ്റൊരു എക്സാമ്പിളാണ് സെറോദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി അവർ ആഡ് സ്പെൻഡ് വളരെ കുറവാണ് അവരുടെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റും കുറവാണ്. അവർക്ക് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ഇല്ല എന്നല്ല, അവർ മാർക്കറ്റിംഗിൽ സ്പെൻഡ് ചെയ്യാറില്ല എന്നുള്ളതല്ല, അവർ ഓർഗാനിക്കലി ഓവർ ദി പീരീഡ് ഡെവലപ്പ് ചെയ്യാനുള്ള പല ക്യാമ്പയിൻസും പല സ്ട്രാറ്റജീസും പല ഇൻഫ്ലുവൻസർ കൊളാബ്സ് ഒക്കെ അവർ ചെയ്യാറുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, കമ്പയറിംഗ് ടു ദെയർ കോമ്പറ്റീറ്റേഴ്സ് അവരുടെ CAC വളരെ ലോ ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ കസ്റ്റമർ റിട്ടൻഷനും ഒരു സമയം വരെ വളരെ കൂടുതലായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, വേർഡ് ഓഫ് മൗത്ത് അവർ വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. വേർഡ് ഓഫ് മൗത്ത് ത്രൂ ആയിരുന്നു അവരുടെ ഇനീഷ്യലി ഉള്ള മേജർ കസ്റ്റമർ അക്വിസിഷൻ എല്ലാം. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം അവർക്ക് ഫണ്ട് റേസ് ചെയ്യാതെ പോസിറ്റീവ് യൂണിറ്റ് എക്കണോമിക്സോട് കൂടി തന്നെ ഒരു ഫണ്ടിങ് സപ്പോർട്ട് ഇല്ലാതെ തന്നെ ബൂട്ട് സ്ട്രാപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒരു വലിയ ഓർഗനൈസേഷൻ, ഒരു യൂണിക്കോൺ കമ്പനി ബിൽഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അവിടെയും അവർക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ആയത്, ഏറ്റവും കൂടുതൽ സഹായകരമായത് അവരുടെ യൂണിറ്റ് എക്കണോമിക്സ് ആണ്. അപ്പോൾ ഈ കോൺസെപ്റ്റ്സും ഈ എക്സാമ്പിൾസും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് യൂണിറ്റ് എക്കണോമിക്സിൻ്റെ ഇമ്പോർട്ടൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ്
കോൺസെപ്റ്റ്സുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കീ ടേക്ക് അവേസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ഓൾവേസ് കാൽക്കുലേറ്റ് ആൻഡ് നോ യുവർ CAC to LTV റേഷ്യോ എന്നുള്ളതാണ്. നിങ്ങളുടെ CAC എത്രയാണ്, നിങ്ങളുടെ LTV റേഷ്യോ എത്രത്തോളമാണ്, അത് നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുകയും നിങ്ങളുടെ CAC to LTV റേഷ്യോനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള നോളജ് നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ് അതിലെ ഫസ്റ്റ് കീ ടേക്ക് അവേ. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് നോ യുവർ ബേൺ റേറ്റ് ആൻഡ് റൺവേ എന്നുള്ളതാണ്. നിങ്ങളുടെ ബേൺ റേറ്റ് എത്രയാണ്, നിങ്ങളൊരു മാസം എത്ര ക്യാഷ് ബേൺ ചെയ്യുന്നുണ്ട്, ഇനി എത്ര മാസം ഓടാനുള്ള റൺവേ നിങ്ങൾക്ക് കയ്യിലുണ്ട്, നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ ബേൺ റേറ്റിനെ കുറിച്ചും റൺവേനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള നോളജ് നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ് രണ്ടാമത്തെ ടേക്ക് അവേ. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഫിക്സ് യുവർ യൂണിറ്റ് എക്കണോമിക്സ് ബിഫോർ സ്കെയിലിംഗ് എന്നുള്ളതാണ്. നിങ്ങളുടെ കമ്പനി നിങ്ങൾ ഹയസ്റ്റ് പേസിൽ ഗ്രോ ചെയ്യാനും വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്യുന്ന ആ മൊമെൻറ്റിൻ്റെ മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആണ് നിങ്ങളുടെ യൂണിറ്റ് എക്കണോമിക്സ് പോസിറ്റീവ് ആണോ അല്ലേ എന്നുള്ളത്. നിങ്ങളുടെ യൂണിറ്റ് എക്കണോമിക്സ് പോസിറ്റീവ് ആയതിനു ശേഷം മാത്രം സ്കെയിൽ ചെയ്യുക. അങ്ങനെ സ്കെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ സസ്റ്റൈനബിളി നിങ്ങളെ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാനും നിങ്ങൾക്ക് അടുത്ത റൗണ്ട്സിൽ റേസ് ചെയ്യാൻ അല്ലെങ്കിൽ അടുത്ത പരിപാടികൾ പ്ലാൻ ചെയ്യാനും എക്സ്പാൻഷനൊക്കെ നിങ്ങൾക്കത് സഹായിക്കും എന്നുള്ളതാണ്. ഇനി യൂണിറ്റ് എക്കണോമിക്സ് പോസിറ്റീവ് ആവാണ്ട് സ്കെയിൽ ചെയ്യുന്ന കമ്പനികളും ഉണ്ട്. അത്തരം കമ്പനികൾ അവർക്ക് ഒരു പോയിന്റിലെത്തുമ്പോൾ അവർക്ക് ബ്രേക്ക് ഈവൻ പോയിന്റിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള വ്യക്തമായിട്ടുള്ള പ്ലാനോട് കൂടിയാണ് അത്തരത്തിലുള്ള കമ്പനികൾ അത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ദി തേർഡ് ടേക്ക് അവേ. ആൻഡ് ദ ഫോർത്ത് ടേക്ക് അവേ ഈസ് യൂസ് യൂണിറ്റ് എക്കണോമിക്സ് ഫോർ പ്രൈസിങ് എന്നുള്ളതാണ്. നിങ്ങളുടെ കമ്പനിയുടെ പ്രൊഡക്ട്സിന് പ്രൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈസിങ് സ്ട്രാറ്റജിയിൽ യൂണിറ്റ് എക്കണോമിക്സിന് അതിൻ്റേതായിട്ടുള്ള ഒരു റോൾ കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങൾ ഏത് പ്രൈസിങ് സ്ട്രാറ്റജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് പ്രൈസിങ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും അതിലെല്ലാം യൂണിറ്റ് എക്കണോമിക്സ് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ് ദ ഫൈനൽ ടേക്ക് അവേ ഈസ് മേക്ക് വൺ ഷവർമ പ്രോഫിറ്റബിൾ ബിഫോർ യു ഓപ്പൺ യുവർ നെക്സ്റ്റ് 10 ഷോപ്സ് എന്നുള്ളതാണ്. നിങ്ങൾ എത്ര വേണമെങ്കിലും നിങ്ങളുടെ കമ്പനി സ്കെയിൽ ചെയ്തോളൂ, നിങ്ങളുടെ കമ്പനി ഗ്രോ ചെയ്യിച്ചോളൂ. പക്ഷെ അതിൻ്റെ മുന്നേ, അതിൻ്റെ എല്ലാം തുടക്കത്തിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ഷവർമ പ്രോഫിറ്റബിൾ ആണോ അല്ലോ എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഈ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ഇന്ന് തന്നെ പോയിട്ട് നിങ്ങളുടെ കമ്പനിയിൽ, നിങ്ങളുടെ പ്രൊഡക്ട്സിൽ നിങ്ങളുടെ യൂണിറ്റ് എക്കണോമിക്സ് എങ്ങനെയാണ്, അതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, നിങ്ങൾ ഒരു ഷവർമ പ്രോഫിറ്റബിൾ ആക്കിയോ ഇല്ലേ എന്നുള്ളത് അനലൈസ് ചെയ്തുകൊണ്ട് നാളത്തേക്കും വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യാം. താങ്ക് യു.